ഹായ് ഡിയേഴ്സ്. അപ്പൊ ഞാനിന്ന് കൈരളി ശ്രീ തിയേറ്ററിന് നമ്മുടെ പൊന്മാൻ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്. അപ്പൊ ഈ മൂവി കണ്ടതിന് ശേഷം എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. ഹായ് ഡിയേഴ്സ്. അപ്പൊ ഞാനാണെങ്കിൽ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടൊരു സിനിമ. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു നോവലിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ എന്താ പറയാ, നോവല് ഞാൻ വായിച്ചിട്ടില്ല. ടി.ആർ. ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കി എഴുതിയ ഒരു കഥയാണ് ഈ പൊന്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊന്മാൻ എന്ന് പറഞ്ഞ മൂവി കണ്ടിറങ്ങിയതിന് ശേഷം ഒരുപാട് ആ മൂവിക്ക് ഒരു ഇമ്പാക്ട് എന്നിലേക്ക് ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധാരണ കുടുംബത്തിലെ മൂവിയുടെ തുടക്കം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന്റെ കഥയാണ് കാണിക്കുന്നത്. ഒരു കൊല്ലക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഈ മൂവിയുടെ പല സ്ഥലങ്ങളും ഒക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിന് എടുത്ത ഒരു മൂവി ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു സിനിമ കാണുവാണെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിന് എനിക്ക് ഒരു സംശയമില്ല. വളരെ മനോഹരമായ ഒരു മൂവി തന്നെയായിരുന്നു. അതിൽ ചില ഡയലോഗുകൾ ഉണ്ടല്ലോ, സത്യം പറയാമല്ലോ, ചില ഡയലോഗുകൾ നമ്മളെ ഇരുത്തിപ്പോവും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ചില ഡയലോഗുകളാണ് ഇതിനിടയ്ക്ക് വെച്ചിട്ട് വരുന്ന ഡയലോഗുകൾ. അതില് നിങ്ങൾ എന്തായാലും മൂവി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കണ്ടിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പാക്ട് നിങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അവരവരുടെ പാർട്ട് മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കി തന്നെ, അത് ബേസിൽ ജോസഫ് ആണെങ്കിലും ലിജിമോൾ ആണെങ്കിലും എല്ലാവരും, അത് അവർക്ക് ബ്രൂണോ എന്ന് പറഞ്ഞ സഹോദരന്റെ കഥാപാത്രമാണെങ്കിലും എല്ലാം വളരെ വ്യക്തമായിട്ടും മനോഹരമായിട്ടും അവരെ ആ ഒരു പാർട്ട് അവർ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് മൂവിയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ലാഗ് ചിലരിലേക്കെങ്കിലും തോന്നിച്ചേക്കാം. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യുന്നതായിരുന്നു ലൈക് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഈ ഒരു മൂവി അംഗീകരിച്ചെന്ന് വരത്തില്ല. ഇന്ന് സമൂഹത്തില് എന്താ പറയാ വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മൂവിയിലൂടെ അവര് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രേക്ഷകർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ തിയേറ്ററിലേക്കുള്ളതെന്ന് വെച്ചാൽ തിങ്ങി നിരിങ്ങിയാണ് തിയേറ്ററിൽ ആളിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഹിറ്റാണ് ഈ മൂവി. ഹിറ്റ് തന്നെയാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കാണാം. പിന്നെ ഈ മൂവി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാക്ട് തന്നെയാണ്. അപ്പം ഇതുപോലുള്ള മൂവി റിവ്യൂസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ ബൈ.